ബൈബിളിലെ ഏറ്റവും ആകർഷണീയമായ പുസ്തകം ഒരു മിനിറ്റിൽ. ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു. അതെ, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. മനുഷ്യനെ അവൻ തൻ്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു. മനുഷ്യന്റെ പാപം മഹാപ്രളയത്തിൽ കൊണ്ടെത്തിച്ചു. എന്നാൽ ദൈവം നോഹയുടെ പെട്ടകത്തിലൂടെയും ജനത്തോട് കരുണ കാണിച്ചു. ആ കരുണ അബ്രഹാമിന്റെ ജീവിതത്തിലെ വാഗ്ദത്തമായി രൂപാന്തരപ്പെട്ടു. ദൈവം അബ്രഹാമിനെ വാഗ്ദത്തം നൽകി ആശീർവദിച്ചു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ഇസഹാക്കിന്റെ മകനായ യാക്കോബ് ദൈവത്തിൽ വിശ്വസിച്ച ദൈവദൂതന്മാരെ പോലും പരാജയപ്പെടുത്തി. യാക്കോബിന്റെ പുത്രനായ യോസേഫ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മിസ്രയീമിലെ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. യോസേഫിന്റെ മരണത്തോടെ ഉൽപ്പത്തിയുടെ പുസ്തകം അവസാനിക്കുന്നുവെങ്കിലും അതൊരു അവസാനമായിരുന്നില്ല, രക്ഷയുടെ ആരംഭമായിരുന്നു. അതെ, അബ്രഹാമിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിലേക്കുള്ള രക്ഷയുടെ ആരംഭത്തിന്റെ കാലം.